നേരം രാത്രിയാണ്. യശോദ വന്ന് ശാരദാമ്മയുടെ കഥകിൽ തട്ടി വിളിക്കുകയാണ്. ശാരദാമ്മേ, ശാരദാമ്മേ, ദാ വരുന്നു. എന്തു പറ്റി യശോദേ? കവിതയ്ക്ക് പ്രസവവേദന തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഒരു വണ്ടി വിളിച്ചതാണ്. അത് വരുന്ന വഴിക്ക് തന്നെ പാതി വഴിക്ക് കേടായി. ഇനി രാത്രി നേരത്തെ വേറെ വണ്ടിയൊന്നും കിട്ടുമോന്ന് തോന്നുന്നില്ല. ലക്ഷണം കണ്ടിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്നും എത്തില്ല. ശാരദാമ്മ ഒന്ന് വരണം. സംഗതി കണ്ടിട്ട് എന്റെയും അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളുടെയും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ്. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന ശാരദാമ്മ പിന്നെ പറയുകയാണ്, അല്ലെങ്കിൽ വേണ്ട യശോദ പൊയ്ക്കോ, ഞാൻ ഉടനെ വന്നോളാം. പിന്നീട് കാണിക്കുന്നത് കവിതയുടെ വീടാണ്. അവിടെ പ്രസവവേദന കൊണ്ട് കരയുന്ന കവിതയാണ് കാണിക്കുന്നത്. കൂടെ കവിതയുടെ ഭർത്താവ് രവിയുമുണ്ട്. അവിടേക്ക് ശാരദാമ്മ എത്തുകയാണ്. വന്ന ശേഷം കവിതയോട് ശാരദാമ്മ പറയാണ്, മോളെ ഇപ്പോ കഴിയും, ഒന്ന് പിടിച്ചു നിൽക്ക്. അതിനുശേഷം ശാരദാമ്മ രവിയോട് പറയാണ്, രവി നീ ഒന്ന് പുറത്തേക്ക് നിൽക്ക്. അതിനുശേഷം രവിയുടെ അമ്മ ഫോൺ ചെയ്യുകയാണ്. അവള് പെറ്റോട? ഇല്ലമ്മേ, ഇവിടെ നടക്കുന്നേ ഉള്ളൂ. അമ്മ പറയുകയാണ്, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്, ആൺകുഞ്ഞാണെങ്കിൽ മാത്രം അവളെയും കൊണ്ടിങ്ങ് തിരിച്ചു പോന്നാൽ മതി. പെണ്ണായി പോയാലോ അമ്മേ, ഈ വീട്ടിൽ അവളെയും കൊണ്ട് നീ വരണമെന്നില്ല. അതിനുശേഷം കവിതയുടെ പ്രസവം നടക്കുകയാണ്. കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ യശോദ ചോദിക്കുകയാണ്, ശാരദാമ്മേ കുഞ്ഞ്? അന്നേരം ശാരദ പറയുകയാണ്, മഹാലക്ഷ്മി തന്നെ, പെൺകുഞ്ഞാണ്. അന്നേരം യശോദ അയ്യോ എന്നും പറഞ്ഞ് തലയിൽ കൈവയ്ക്കുകയാണ്. മോളെ, നിന്റെ കുഞ്ഞിനെ കാണണ്ടേ എന്ന് കവിതയോട് ചോദിക്കുമ്പോൾ അലമുറയിട്ട് കരയുകയാണ് കവിത. അതിനുശേഷം ശാരദ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രവി സന്തോഷത്തോടുകൂടി കുഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പെൺകുഞ്ഞാണെന്ന് പറയുന്നു. അന്നേരം രവിയുടെയും മുഖം വാടുകയാണ്. ശാരദാമ്മ പറയാണ്, ഒരല്പം ഭാരക്കുറവുണ്ടെന്ന് തോന്നുന്നു, വേറെ പ്രശ്നമൊന്നും ഇല്ല. മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുന്ന രവിയോട് ശാരദാമ്മ പറയുകയാണ്, ഒന്ന് നിന്നേ. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കവിതയുടെ അമ്മ പറയുകയാണ്, കുട്ടി ആണാണെങ്കിൽ മാത്രം ഇവളെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നാൽ മതിയെന്നാണ് അവന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിയാണെങ്കിൽ ആ വീടിന്റെ പടി കയറ്റില്ലാന്ന്. അന്നേരം ശാരദാമ്മ തന്റെ ഭൂതകാലം ആലോചിക്കുകയാണ്. കുഞ്ഞുങ്ങളെയും കൂട്ടി ഗോപാലകൃഷ്ണൻ അവരുടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിയ കഥ ആലോചിക്കുകയാണ് ശാരദാമ്മ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഒരാൺകുഞ്ഞിന് തരാത്ത നീ എവിടെയെങ്കിലും പോ, എനിക്കിനി നിന്നെ വേണ്ട. അതിനുശേഷം ശാരദാമ്മ പറയുകയാണ്, രവി ഒന്ന് നിൽക്ക്. അത്രയ്ക്ക് അവജ്ഞയാണോ രവിക്ക് പെൺകുട്ടി എന്ന് കേട്ടാൽ? ഞാൻ പെണ്ണിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് മഹാലക്ഷ്മി എന്നാണ്. മനുഷ്യരിൽ ഒരു പെണ്ണിന് മാത്രമേ മറ്റൊരു ജീവനെ ചുമക്കാനും ജന്മം കൊടുക്കാനും കഴിയുകയുള്ളൂ. ഈ ലോകത്ത് സ്വന്തം കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നോക്കാതെയാണ് മൃഗങ്ങൾ പോലും പാലൂട്ടി വളർത്തുന്നത്. ഏറ്റവും ബുദ്ധിയുള്ള ജീവി എന്ന് പറയുന്ന മനുഷ്യൻ മാത്രം അങ്ങനെയല്ല. അല്ല രവി, പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ പടി കടക്കരുത് എന്ന് പറഞ്ഞ നിന്റെ അമ്മയും ഒരു പെണ്ണല്ലേ? നിന്നെ പോലുള്ള ഒരച്ഛൻ അവൾക്ക് ജീവിക്കാനുള്ള അവകാശം പണ്ടേ നിഷേധിച്ചിരുന്നുവെങ്കിൽ നീ തന്നെ ഉണ്ടാകുമായിരുന്നു ഈ ലോകത്ത്. നേരം ദേഷ്യത്തോടെ രവി ചോദിക്കുകയാണ്, എന്തിനാ ശാരദാമ്മേ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? അപ്പോൾ അമ്മയെ പറഞ്ഞാൽ നിനക്ക് നോവും അല്ലേ? അതാണ് നീ ഇപ്പോൾ വാദിക്കുന്ന നിന്റെ അമ്മയും ഒരു പെണ്ണാണ്, സ്വന്തമായി ജീവിക്കാൻ ബുദ്ധിയും ശേഷിയുമുള്ള ഒരു പെണ്ണ്. നീ ഇപ്പോൾ ഉപേക്ഷിച്ച് കളയാൻ പോകുന്ന ഈ ചോരക്കുഞ്ഞും ഒരു പെണ്ണാണ്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ചാൽ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു പെൺകുഞ്ഞ്, നിന്റെ രക്തത്തിൽ പിറന്ന ഒരു മനുഷ്യ ജീവൻ. രണ്ടും സ്ത്രീ ജന്മങ്ങളാണ്. ഇനി നീ പറ, ആരെ വേണം നിനക്ക്? അമ്മയെയോ മകളെയോ? പക്ഷെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് രവി. ശാരദാമ്മ പറയുകയാണ്, നിന്റെ വിഷമാവസ്ഥ എനിക്ക് മനസ്സിലായി. ഇപ്പോ തന്നെ 3 പെൺകുട്ടികളുണ്ട് എന്റെ വീട്ടിൽ. 3 മഹാലക്ഷ്മികളായിട്ടേ അവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. നാലാമതൊരാൾ വന്നാൽ കൂടി ഈ ശാരദയ്ക്ക് ഒരിക്കലും അതൊരു ഭാരമാകില്ല. ഞാൻ വളർത്തിക്കോളാം ഇവളെ. ഈ പെൺകുഞ്ഞിനെ ഞാനങ്ങ് കൊണ്ടുപോവുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് ശാരദ പോകാൻ തുടങ്ങുമ്പോൾ അകത്തുനിന്നും കവിത ഉറക്കെ വിളിക്കുകയാണ്, ശാരദാമ്മേ. നേരം ശാരദ കുഞ്ഞിനെയും കൊണ്ട് കവിതയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്റെ കുഞ്ഞ്, എന്റെ മോളെ എനിക്ക് വേണം ശാരദാമ്മേ. ഞാൻ വളർത്തിക്കോളാം അവളെ. കുഞ്ഞിനെയും കൊണ്ട് രവിയേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലരുതെന്നല്ലേ ഉള്ളൂ. എനിക്കിനി അങ്ങോട്ട് പോകണമെന്നില്ല. മുണ്ട് മുറുക്കിയെടുത്ത് കൂലിവേല ചെയ്തായാലും ഇവളെ ഞാൻ വളർത്തും. ഇനി മുതൽ ഇവളാണ് എന്റെ ലോകം, ഭർത്താവിന്റെ വീടല്ല എന്ന് പറയുമ്പോൾ ശാരദ പറയുകയാണ്, ദേ പറയുന്നത് കേട്ടോ രവി, ഈ പറയുന്നതും ഒരു പെണ്ണാണ്. സ്വന്തം കുഞ്ഞിന് കാവലും കരുതലും ആകാൻ, ആ കുഞ്ഞിന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെക്കാൻ ഒരു പെണ്ണിന് മാത്രമേ കഴിയൂ. ലോകത്തിൽ ഇന്നു വരെയുള്ള എല്ലാ കഥകളും ഇങ്ങനെ തന്നെയാണ് രവി. ഇതിലുള്ള വിരോധാഭാസം എന്തുവണ്ണാണെന്ന് വെച്ചാൽ, ലേഡി സ്റ്റോർ നടത്തി ജീവിക്കുന്ന ആളാണ് രവി. ശാന്തം കൺമഷിയും കരിവളയും ഒക്കെ മേടിക്കാൻ ഈ ലോകത്ത് പെണ്ണുങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ നിന്റെ വീട്ടിലെ അടുപ്പ് പുകയുമായിരുന്നു? നിന്റെ അമ്മയ്ക്ക് എങ്ങനെ മരുന്നും കുഴമ്പും വാങ്ങുമായിരുന്നു? അത് ചിന്തിച്ചിട്ടുണ്ടോ നീ? നാളെ നിനക്കൊരു വയ്യായിക വന്നാൽ നിന്നെ നോൽക്കാൻ നിനക്ക് രണ്ടാമതൊരു അമ്മയാകുന്നതിന് ഈ പെൺകുഞ്ഞിനെ കൊണ്ടേ പറ്റൂ രവി. മക്കള് മാത്രമല്ല, വല്ലായ്മകളിൽ നമുക്ക് അമ്മമാരും കൂടിയാണ്. അന്നേരം കവിത പറയുകയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശാരദാമ്മേ, ഇങ്ങ് തന്നേക്ക് എന്റെ കുഞ്ഞിനെ. ആർക്ക് വേണ്ടെങ്കിലും അവളെ ഞാൻ വളർത്തും. ശാരദാമ്മ കവിതയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെ വാങ്ങുകയാണ് രവി. കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് രവി പറയുകയാണ്, തെറ്റുപറ്റിപ്പോയി ശാരദാമ്മേ, ഇവളെ ഞാൻ വളർത്തിക്കോളാം. എനിക്ക് വേണം എന്റെ പൊന്നുമോളെ. ഒരു പെൺകുഞ്ഞിന്റെ വില എന്താണെന്നും അവളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും
ശാരദാമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. എനിക്ക് വലിയ പഠിപ്പും വിവരവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ശാരദാമ്മേ. കുഞ്ഞിലെ അമ്മ പറഞ്ഞു കേട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറ്റിയ തെറ്റാണ്, ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തലോടുകയാണ് രവി. അതുകൊണ്ട് കവിതയും അമ്മയും ഒക്കെ സന്തോഷിക്കുകയാണ്. അതിനുശേഷം രവി കുഞ്ഞിനെ കവിതയെ കാണിച്ചിട്ട് പറയുകയാണ്, നോക്ക് കവിതയെ, നമ്മുടെ മോളെ കണ്ടില്ലേ, എന്റെ പൊന്നുമോളാണ്, എന്റെ തങ്കക്കുടം. ഇവളെ മഹാറാണിയെ വളർത്തും നമ്മൾ, ആരൊക്കെ എതിർത്താലും ശരി. അതിനുശേഷം സന്തോഷത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് ശാരദാമ്മ. പിന്നീട് ശാരദാമ്മ ഹോട്ടലിലെത്തി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവങ്ങളെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു ജീവൻ കൂടി ഈ കൈകളിലേക്ക് പിറന്നു വീണു. പക്ഷേ മനുഷ്യർക്ക് ഈ വിധം ദുർബുദ്ധി നീ കൊടുത്തത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച അതേ വിവേചനം, അതേ നീതികേട് അതിന്നും ഓരോ വീട്ടിലും നിലനിൽക്കുകയാണ്. മൃഗങ്ങൾക്കുള്ള ബുദ്ധി പോലും മനുഷ്യർക്കില്ല എന്ന് വരുമ്പോഴാണ് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നത്. ഇപ്പോ കണ്ണുകൾ തുറന്ന് ഈ ലോകത്തിന്റെ പ്രകാശം കണ്ടതേയുള്ളൂ ആ കുഞ്ഞ്. ഇപ്പോ തന്നെ ആണ് പെണ്ണ്, വലിയവൻ ചെറിയവൻ എന്നൊക്കെയുള്ള വേർതിരിവ് വിഷമായി ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നതാണ് വെറുപ്പ്. മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഈ വിഷം നീങ്ങാൻ എത്ര കാലം എടുക്കുമോ എന്തോ ഇനി. എന്നത്തെയും പോലെ ചെയ്ത പ്രവൃത്തിക്ക് ഒരു പര്യവസാനം പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ കൈകൾ കൊണ്ടാണ് അവളെ ഈ ഭൂമിയിലേക്ക് ഞാൻ ക്ഷണിച്ചത്. ഈ കൈകളിലേക്കാണ് ആ കുഞ്ഞ് പിറന്നു വീണത്. അവൾക്ക് ഒരാപത്തും വരുത്താതെ കാത്തോളണം നിങ്ങൾ. അവർക്ക് ഒരാപത്തും വരുത്താതെ കാത്തോളണം എന്ന് തൊഴുതുകൊണ്ട് പറയുകയാണ് ശാരദാമ്മ. 3 പെൺകുരുന്നുകളുടെ അമ്മയുടെ പ്രാർത്ഥനയാണിത്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീടാണ്. അവിടെ സത്യഭാമ രണ്ടുപേരോട് സംസാരിക്കുകയാണ്. പറയൂ, നമ്മുടെ നാട്ടിലും ഒരു കുപ്പിവെള്ള ഫാക്ടറി സത്യമ്മേ എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയല്ലേ അത്? സത്യഭാമ ചോദിക്കുകയാണ്, എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയോ? ആന്റപ്പനറിയോ, വർഷം മുഴുവൻ തെളിനീരുറവ ഓടിക്കൊണ്ടിരുന്ന പാടത്തും പറമ്പിലും പൊന്നു വിളയിച്ചുകൊണ്ടിരുന്ന മണ്ണാണിത്. ഇപ്പോൾ മാനത്ത് സൂര്യനൊന്ന് തലനീട്ടിയാൽ മതി, ഉറവ ഓടി ഒളിക്കും മണ്ണിനടിയിലേക്ക്. വേനലും ചൂടും തുടങ്ങുമ്പോൾ തന്നെ കുടവും ബക്കറ്റും ചരുവങ്ങളുമായി കുഴൽക്കിണറിനും പൈപ്പ് വെള്ളത്തിനും വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇവിടെയുള്ള പെണ്ണുങ്ങള്. അപ്പോൾ തന്നെ മണ്ണിൽ നിന്നും കുടിവെള്ളം കൂടി ഊറ്റിയെടുത്താൽ ആർക്ക് ഗുണമുണ്ടാകുമെന്നാണ് ആന്റപ്പനി പറഞ്ഞു വരുന്നത്? എന്നിട്ടും ഈ ജില്ലയിൽ തന്നെ കുപ്പിവെള്ള കമ്പനി എത്രയുണ്ടെന്നറിയാമോ ആന്റപ്പന്? 14. ഇനിയും ഈ നാടിന്റെ നെഞ്ചു പിളർന്നെടുക്കാനും രക്തം ഊറ്റിയെടുക്കാനും ഈ സത്യഭാമ സമ്മതിക്കില്ല ആന്റപ്പ. അയ്യോ, അങ്ങനെയല്ല, എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണെന്ന് ആന്റപ്പൻ പറഞ്ഞപ്പോൾ സത്യഭാമ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ഗുണം നാട്ടുകാര് തെണ്ടികൾക്കല്ല, നമ്മൾ 2 കൂട്ടർക്കും മാത്രം ഗുണമുള്ള കാര്യമാണ്. നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത് കുപ്പിവെള്ള കമ്പനിയാണ് എന്നുള്ളത് പുറംപോച്ചാണ്. അതൊരു ലേബൽ മാത്രം. അവിടെ വാസ്തവത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് നല്ല ഒന്നാന്തരം ഒരു ഡിസ്റ്റിലറിയാണ്, മദ്യമുണ്ടാക്കുന്ന കമ്പനി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഐഡിയ? ഡിസ്റ്റിലറിയോ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. സത്യാമ്മയ്ക്ക് ഇപ്പോഴും കാര്യം മൊത്തം പിടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഡിസ്റ്റിലറി തുടങ്ങാൻ പുതിയ ലൈസൻസ് ഒക്കെ വേണ്ടേ എന്നാകും സംശയം. ഇതങ്ങനെ ഒഫീഷ്യൽ ഡിസ്റ്റിലറി ഒന്നും അല്ല. നമ്മുടെ നാട്ടിൽ മദ്യവിതരണത്തിലുള്ള ലൈസൻസ് ഉള്ള കമ്പനികൾക്കൊന്നും ആവശ്യത്തിന് സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ സർക്കാരിനെയും കുടിയന്മാരെയും ഒന്ന് സഹായിക്കുന്നു, അത്രയുള്ളൂ. നല്ല അംഗീകൃത ബ്രാൻഡിന്റെ പേരിൽ നല്ല അസല് വ്യാജമദ്യം ലൈസൻസ് ഉള്ള കമ്പനികൾ കൊടുക്കുന്നതിന്റെ 1/3 വിലയ്ക്ക് നമ്മൾ ബ്രാൻഡിയും വിസ്കിയും ഓട്കയും ഒക്കെ അങ്ങ് കൊടുക്കുന്നു. വിതരണക്കാരനും ലാഭം, നമുക്കതിന്റെ ഇരട്ടി ലാഭം. സർക്കാരിനെ ഒന്നും അറിയിക്കാതിരിക്കാൻ ഒരൽപ്പം കൈച്ചിലവ് മാത്രം. നമ്മൾ ഹാപ്പി, കുടിയന്മാരും ഹാപ്പി. പിന്നെ ആർക്കാണ് കുഴപ്പം ഇവിടെ? നേരം ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ ശേഷം സത്യഭാമ പറയുകയാണ്, എനിക്ക് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.